OCD ഉള്ള ഒരാളുടെ അവസ്ഥ എന്താ ആലോചിച്ചോക്കെ. അതെ, നമുക്ക് ഇന്റേർണലി ഇതിങ്ങനെ അല്ലാതിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ 2 ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ പറ്റുള്ളൂ, ഒരു ടേബിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ലൈക്ക് സിംറ്റം പലതാവാം OCD കാറ്റഗറി അനുസരിച്ച്. പക്ഷെ ക്ലീൻലിനെസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ പറ്റുള്ളൂ എന്നുണ്ടാകുമ്പോൾ കൂടെയുള്ള പാർട്ട്ണറല്ലേ എപ്പോഴും 24 മണിക്കൂറും കൂടെ ജീവിക്കുന്നേ. അപ്പൊ അവരും അതുപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് ഈ കൺട്രോളിങ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. നമ്മളത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആക്ച്വലി ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപതി എന്ന് പറയുന്ന സംഭവം തീരെ ഉണ്ടാവില്ല. പേഴ്സണാലിറ്റി ഡിസോർഡർ NPD ആണെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്ന് കാണിച്ചു പോയേക്കാം, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല, അത്രയ്ക്ക് വേണമായിരുന്നു എന്നുള്ളൊരു തോട്ടൊക്കെ വന്ന് പോയിന്ന് വരാം. അവർ മനുഷ്യന്മാരാണ് കേട്ടോ, അവർ ഈ പറയുന്ന സ്നേഹവും അറ്റാച്ച്മെന്റും ഒക്കെ ഉണ്ടാവാം. അപ്പം ഇങ്ങനെ ഈ പാർട്ട്ണറിന് ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഈ പാർട്ട്ണറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രശ്നം വരുന്നത് ഈ പറയുന്ന OCD റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ട്ണറിനും പഴയതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് പാർട്ട്ണർ ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങിയത്. അതുവരെ വേറെ പ്രശ്നമൊന്നും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലുണ്ടോ? പക്ഷേ നിങ്ങളൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം ഇല്ലാതെ പെട്ടെന്നൊരു വർഷം ആയി എന്നുള്ളതോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യം മാറിയപ്പോൾ പെട്ടെന്നായി എന്നുള്ള പോലെയോ ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിങ്ങനെ പതിയെ പതിയെ പല പല കാര്യങ്ങളിലായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും.